മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണ ഇടുന്നവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ. അത് മനുഷ്യരുടെ ഹൃദയത്തിലും ദോഷം നിറഞ്ഞിരിക്കുന്നു. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിൻ്റെ ശേഷമോ അവൻ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ല. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. വലിയൊരു സത്യമാണ് ഇവിടെ ശലോമോൻ പ്രസ്താവിക്കുന്നത്. സൂര്യന് കീഴെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പരീക്ഷിച്ചും നിരീക്ഷിച്ചും കണ്ടെത്തിയ ഉത്തരങ്ങളാണ്. ദുഷ്ടനും നീതിമാനും, വിശ്വാസിയും അവിശ്വാസിയും, മൃഗങ്ങൾക്കും ജീവന്റെ കാര്യത്തിൽ തുല്യതയാണെന്നാണ്. ഇന്നത്തെ വിശ്വാസം അനുസരിച്ച് ദുഷ്ടന്മാരുടെ ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു, ശിഷ്ടന്മാർ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് മതങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, വിശ്വാസിയും അവിശ്വാസിയും, ദുഷ്ടനും നീതിമാനും, യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും എന്നുള്ള വ്യത്യാസമില്ല. മൃഗങ്ങൾക്ക് ഭവിക്കുന്നത് മനുഷ്യനും ഭവിക്കുന്നു. അപ്പോൾ ജീവന്റെ കാര്യത്തിൽ ഉള്ള ഈ കണ്ടെത്തൽ വളരെ ശാസ്ത്രീയമായിട്ടാണ്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവർ ഒന്നും അറിയുന്നില്ല. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ. മരണം മനുഷ്യന്റെ അവസാനമാണെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ വേദഭാഗങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ആത്മാവ് എന്ന് പറയുന്നത്, വേദപുസ്തകത്തിൽ ആത്മാവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം, അത് ശരിയായ പരിഭാഷ ജീവൻ എന്ന് തന്നെയാണ് പരിഭാഷ. മനുഷ്യന്റെ മൂക്കിൽ ആത്മാവിനെ ഊതിയെന്നല്ല, ജീവശ്വാസം ഊതിയെന്നാണ്. മനുഷ്യന്റെ ശരീരവും ശ്വാസവും ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകുന്നത്. മൃഗങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മൃഗങ്ങൾക്കൊരു ശരീരം, ആ ശരീരത്തിൽ ജീവന്റെ വ്യാപാരം. അപ്പോൾ മനുഷ്യനും ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല, മൃഗങ്ങൾക്കും ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമില്ല. ശ്വാസം എന്ന് ഉള്ള യഥാർത്ഥമായ അർത്ഥത്തിൽ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് പൂർണ്ണമായൊരു അറിവ് ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുന്നുവോ ആർക്കറിയാം. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർ വിചാരിക്കുന്നത് മനുഷ്യനും മൃഗത്തിനും ആത്മാവുണ്ടെന്നാണ്. അപ്പൊ ഇത് രണ്ടും പോകുന്നു ആർക്കറിയാം. രണ്ടിനും ശ്വാസം ഒന്നത്ര എന്നാണ്. അവിടെ ശലോമോൻ രണ്ടിനും ശ്വാസം എന്നാണ്. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. മരണത്തിൽ മനുഷ്യന്റെയും മൃഗത്തിന്റെയും സംഭവം ഒന്ന് തന്നെയാണെന്നോ. അതല്ലാതെ മരണശേഷം ദുഷ്ടനായാലും നീതിമാനായാലും ഒരാത്മാവ് വേർപെട്ട് എവിടെയെങ്കിലും അദൃശ്യ ലോകത്തിൽ പോയി ഇരിക്കുന്നില്ല എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് നടത്തുക.